കൊല്ലുന്നു. ഇതും ജാതീയതയുടെ പേരിൽ കർണാടകയിൽ സവർണരായ ആളുകൾ അവർണരെ, കീഴാളന്മാരെ, ഉന്നത കുലജാതിയിൽപ്പെട്ട ആളുകൾ കീഴ്ജാതിയിൽപ്പെട്ട ആളുകളെ മനുഷ്യന്റെ മലം പച്ചയ്ക്ക് തീറ്റിപ്പിക്കുന്ന രംഗം. ഇതും ഭാരതത്തിൽ നടക്കുന്ന സംഭവം. ജാതീയതയുടെ ഈ നീരാളിപ്പിടച്ചത്തിൽ നിന്ന് മാനവരാശിക്ക് മോചനം വേണമോ? തൊട്ടുകൂടായ്മയിൽ നിന്നും തീണ്ടിക്കൂടായ്മയിൽ നിന്നും മോചനം വേണമെങ്കിൽ എന്തുണ്ട് പരിഹാരം? ഏത് ഇസത്തിനാണ് പരിഹാര മാർഗം നിർദ്ദേശിക്കാനുള്ളത്? ഏത് മതദർശനത്തിനാണ് കൃത്യമായ പരിഹാരം മാർഗം നിർദ്ദേശിക്കുവാനുള്ളത്? എന്നാൽ ഇസ്ലാം പറഞ്ഞു, ശട്ടാവായ പടച്ചുതമ്പുരാൻ ഏകനാണെന്നറിയണം. അവന്റെ സൃഷ്ടികളാണ് സർവ്വ മനുഷ്യരും എന്നറിയണം. ആ ഒരു ബോധമുണ്ടെങ്കിൽ ജാതികതയുടെ പേരിൽ വാളെടുക്കാൻ നിങ്ങൾക്കാവില്ല. ജാതികതയുടെ പേരിൽ പരസ്പരം തെറി പറയാൻ നിങ്ങൾക്കാവില്ല. ജാതികതയുടെ കാരണത്താൽ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്ന് പ്രചരിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല, കഴിയില്ല. ലോക ചരിത്രം അതിന് സാക്ഷ്യം വഹിച്ചു. ഉന്നത കുലജാതനായ സമൂഹത്തിലുയർന്ന വ്യക്തിത്വമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ദൈവമൊന്ന് മാനവരൊന്ന് എന്നുള്ള ചിന്ത സന്നിവേശിപ്പിക്കപ്പെട്ടു. അതേസമയം കൊല്ലപ്പണിക്കാരനായ ഖബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലും ഇതേ ചിന്ത, ദൈവമൊന്ന് മാനവരൊന്ന് എന്നുള്ള ചിന്ത സന്നിവേശിപ്പിക്കപ്പെട്ടു. ജാതീയതയുടെ പേരിൽ ഉന്നത കുലജാതനോ കീഴാളനോ എന്നുള്ള വ്യത്യാസമില്ലാതെ തോളോട് തോൾ ചേർന്ന് നിന്ന് മുഹമ്മദ് നബിയുടെ പിന്നിൽ നിന്നുകൊണ്ട് സട്ടാവായ ദൈവം തമ്പുരാനെ, നീയാണ് മഹത്വമുടയവൻ, നിങ്ങളുടെ അടിമകൾ മാത്രമാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അവരെന്നും ലോക ചരിത്രത്തിന് മാതൃകായോഗ്യരാണ്. നിഷേധിക്കാനാവുമോ നിങ്ങൾക്ക്? നിഷേധിക്കാനാവുമോ? വർണ്ണവെറിയുടെ പേരിലുള്ള വിഭാഗീയതയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് വെളുത്തുകൊണ്ട് മ്യൂസിക്കിന്റെ ഇതിനനുസരിച്ച് ചുവടുകൾ മാറ്റുന്ന മൈക്കിൾ ജാക്സനെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, വെളുത്ത് സുന്ദരനായ മൈക്കിൾ ജാക്സൺ. എന്നാൽ നിങ്ങൾ അറിയണം, മൈക്കിൾ ജാക്സൺ വെള്ളക്കാരനല്ല, തൊലി കറുത്ത കറുമ്പനാണ് അദ്ദേഹം. എന്തുകൊണ്ട് അദ്ദേഹം തന്റെ തൊലിയെ വെളുപ്പിക്കുന്നു? പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അദ്ദേഹത്തിന്റെ മൂക്ക് പോലും ശരിപ്പെടുത്തിയ വ്യക്തിത്വം. സമൂഹത്തിൽ സ്ഥാനവും മാനവും ആദരണീയമായ പദവി ലഭിക്കണമെങ്കിൽ തൊലി വെളുക്കണം. അതിന് തന്റെ കറുത്ത തൊലിയെ വെളുപ്പിക്കുവാൻ വേണ്ടി കോടാനുകോടി ഡോളർ ചെലവഴിക്കുകയാണ് അദ്ദേഹം. ഇന്ന് സൗത്ത് ആഫ്രിക്ക ഭരിക്കുന്ന എംബാക്കി കറുത്ത വർഗക്കാരുടെ രാജ്യമാണല്ലോ സൗത്ത് ആഫ്രിക്ക. അതിന്റെ പ്രസിഡന്റും കറുത്ത വർഗക്കാരനാണ് എംബാക്കി. അദ്ദേഹം ഒരു ഹോസ്പിറ്റലിലേക്ക് 2 കുപ്പി ബ്ലഡ് കൊടുത്തു. ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയിട്ട്. ആക്സിഡന്റിൽപ്പെട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുന്നു ഒരു വെള്ളക്കാരൻ. ആ വെള്ളക്കാരന് കൊടുക്കാൻ തീരുമാനിക്കുന്നു ഈ രക്തം. വെള്ളക്കാരൻ ചോദിച്ചു, ആരുടെ രക്തമാണ്? ഡോക്ടറും നഴ്സൊക്കെ പറഞ്ഞു, ഇത് ആദരണീയനായ നമ്മുടെ പ്രസിഡന്റിന്റെ രക്തമാണ്. വെള്ളക്കാരനായ എനിക്ക് കറുത്തവന്റെ രക്തമോ? എനിക്ക് വേണ്ട. ഒരു തുള്ളി രക്തം പോലും ആ കറുത്തവന്റെ രക്തം എന്റെ വെളുത്ത ശരീരത്തിൽ ഞാൻ അനുവദിക്കില്ല എന്ന് അത്രമാത്രം വർണ്ണവരി തലയ്ക്ക് പിടിച്ച ഒരവസ്ഥയൊന്നുണ്ട്. നിഷേധിക്കാനാവുമോ? മലയാള സാഹിത്യത്തിന് ധാരാളം സംഭാവനകൾ നൽകിയ സക്കറിയ, അദ്ദേഹത്തിന്റെ ആഫ്രിക്കൻ യാത്രാനുഭവങ്ങളിലൂടെ എന്നുള്ള ലേഖന പരമ്പര മലയാള ആഴ്ചപ്പതിപ്പിൽ ധാരാളം വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ നോർത്ത് ഈസ്റ്റ് ലാൻഡ് എന്നുള്ള കൊച്ചു പ്രദേശത്തിലെ വർണ്ണവെറിയുടെ പേരിലുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. എന്താണ് അവിടെ നടന്നത്? അവിടെ തൊലിവെളുത്ത വെള്ളക്കാരായ പോലീസുകാർ തങ്ങളുടെ പോലീസ് നായക്കൾ ഉപയോഗിച്ചുകൊണ്ട് കറുത്തവനെ കടിച്ചു കീറുന്നു. അത് കണ്ട് കൈകൊട്ടി പൊട്ടിച്ചിരിക്കുന്ന വെള്ളക്കാരൻ. നോക്കണം, ഇത് സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്നു. കേരളക്കരയിലുമുണ്ട് ഈ ദുരവസ്ഥ. ഈ അടുത്ത് പാലക്കാട് ജില്ലയിൽ ബസ്സിൽ വെച്ച് സ്വർണം മോഷണം പോയി. പോലീസ് സ്റ്റേഷനിലേക്ക് പായിച്ചു ബസ്. നേരെ ആ ബസ്സിലുണ്ടായിരുന്ന തമിഴ് സംസാരിക്കുന്ന കറുത്ത തൊലിയുള്ള 2 പെൺകുട്ടികളെ SIന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കണ്ടക്ടറും ക്ലീനറും. മാനസികമായി നിരന്തരമായി പീഡിപ്പിച്ചു നിയമപാലകർ. ഒടുവിൽ അവർ നിരപരാധികളാണെന്ന് നമ്മുടെ നിയമപാലകർക്ക് ബോധ്യപ്പെട്ടു. തിരിഞ്ഞു കണ്ടക്ടറിനോട്, എന്തിനടിസ്ഥാനത്തിലാണോ ഇവരാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞത്? ക്ലീനറും കണ്ടക്ടറും പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയുമോ? എന്താണ് അവർ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയുമോ? അവരുടെ തൊലി കറുത്തതായിരുന്നു. അവരുടെ ഭാഷ തമിഴായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കരുതി അവരാണ് കള്ളികളെന്ന്. കറുത്ത തൊലിയുള്ളവരെല്ലാം കള്ളികളാണോ? ഇതാണോ സാക്ഷര കേരളത്തിന്റെ മക്കളുടെ സംസ്കാരം?
ഇത് കേരളത്തിന്റെ അവസ്ഥയെങ്കിൽ ഇത്തരത്തിലുള്ള വർണ്ണവറിയിൽ നിന്ന്, ഇത്തരത്തിലുള്ള സങ്കുചിതമായ നിലപാടുകളിൽ നിന്ന് മാനവരാശിക്ക് മോചനം വേണം. എന്തുണ്ട് പരിഹാരം? അതേ, ദൈവമൊന്ന്, മാനവരൊന്ന് എന്നുള്ള അടിസ്ഥാന ചിന്തയ്ക്ക്, അടിസ്ഥാന ദർശനത്തിനെ വിപുലീകരിക്കാനാവൂ. ദാർശനികമായ മാനസികമായ വിപ്ലവമുണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ചരിത്രം അതിന് സാക്ഷ്യം വഹിച്ചു. തൊലിവെളുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവമൊന്ന് മാനവരൊന്ന് എന്നുള്ള ചിന്ത സന്നിവേശിപ്പിക്കപ്പെട്ടു. അതേസമയം കറുത്ത തൊലിയുള്ള, തടിച്ച ചുണ്ടുള്ള, ചുരുളമുടിയുള്ള ആഫ്രിക്കൻ നീഗ്രോ അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലും ഇതേ ആശയം സന്നിവേശിപ്പിക്കപ്പെട്ടു. തൊലി വെളുത്തവൻ കറുത്തവൻ എന്നുള്ള വിഭാഗീയതയില്ലാതെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രവാചകന്റെ പിന്നിൽ അണിനിരുന്നു അവർ. ചട്ടാവേ, നീ മഹത്വമുടയവനാണെന്ന് അവർ ഏകസ്വരത്തിൽ പ്രഖ്യാപിച്ചു. ഇത് ചരിത്രത്തിൽ ഇസ്ലാം ഉണ്ടാക്കിയ മാനസികമായ, ആദർശപരമായ, തീർത്തും പ്രായോഗികമായ വിപ്ലവമായിരുന്നു. ഇതുപോലെ മാറ്റമുണ്ടാക്കാൻ ഏതെങ്കിലും വിഷയങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തൊലി വെളുത്തവനെയും കറുത്തവനെയും കൂട്ടി നിർത്താൻ പഠിക്കണം നിങ്ങൾ, മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇന്ന് ഭാഷയുടെ പേരിലുള്ള വിഭാഗീയതയുണ്ട്, വംശീയതയുടെ പേരിലുള്ള വിഭാഗീയതയുണ്ട്. അസമികളും ബീഹാറികളും മാസങ്ങൾക്ക് മുമ്പ് വാളെടുത്തത് എന്തിന്? ഭാഷയുടെ പേരിൽ. ഭാഷയുടെ പേരിൽ വിമോചനം ഉണ്ടാകണമോ അവിടെ? മോചനം ഉണ്ടാകണമോ അവിടെ? ലോക ചരിത്രത്തിലേക്ക് നോക്കണം. അറബി സംസാരിക്കുന്ന അറബിയായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ദൈവമൊന്ന് മാനവരൊന്ന് എന്നുള്ള ചിന്ത സന്നിവേശിപ്പിക്കപ്പെട്ടു. അങ്ങകലെ പേർഷ്യയിൽ കിടക്കുന്ന സൽമാനിൽ ഫാരിസിയുടെ ഹൃദയങ്ങളിൽ ദൈവമൊന്ന് മാനവരൊന്ന് എന്നുള്ള ചിന്ത സുശക്തമായി കേന്ദ്രീകരിക്കപ്പെട്ടു. മാറ്റമുണ്ടായി. അവർ ഏകോദര സഹോദരങ്ങളായി ലോക ചരിത്രത്തിന് കാണിച്ചു കൊടുത്തു. സ്വദേശി വിദേശി വിഭാഗീയത പാടില്ല, ഭാഷയുടെ പേരിലുള്ള വർഗീയത പാടില്ല. ഇതാ ഞങ്ങൾ മാതൃകായോഗ്യരാണെന്ന്. ഇതുപോലെ മാറ്റമുണ്ടാക്കിയത് വിശുദ്ധ ഖുർആനിന്റെ ഇത്തരത്തിലുള്ള അടിസ്ഥാന ആശയവും ആദർശവുമായിരുന്നു. ഈ ആദർശം മുന്നോട്ട് വെക്കുന്ന മുസ്ലിങ്ങൾക്ക് എങ്ങനെ തീവ്രവാദികളും ഭീകരവാദികളുമാകാനാവും? ഈ ആദർശത്തിന്റെ വക്താക്കളായ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ ഭീകരവാദികളെന്നും തീവ്രവാദികളെന്നും വർഗീയവാദികളെന്നും വിളിക്കാനാവുക? മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത എന്റെ സഹോദരങ്ങളെ പറയണം നിങ്ങൾ, ഇല്ല, ഇസ്ലാം ഭീകരവാദമല്ല, ഇസ്ലാം തീവ്രവാദമല്ല, ഇസ്ലാം വർഗീയ പ്രസ്ഥാനമല്ല. നിങ്ങൾ ഇസ്ലാമിനെ അറിഞ്ഞത് കേവലം മാമാസികകളിൽ നിന്നും മഞ്ഞപ്പത്രങ്ങളിൽ നിന്നും മീഡിയയിൽ നിന്നുമാണ്. അതിൽ നിന്നല്ല ഇസ്ലാമിനെ അറിയേണ്ടത്. അതൊന്നും നിങ്ങൾക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു തരില്ല. മറിച്ച് ഇസ്ലാമിനെ അറിയേണ്ടത് ഇസ്ലാമിന്റെ അടിസ്ഥാന വേദഗ്രന്ഥമായ ഖുർആനിൽ നിന്നാണ്, അതിന്റെ വിശദീകരണമായ സുന്നത്തിൽ നിന്നാണ്. അതാണ് ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരികയുള്ളൂ. ഹിന്ദുമതത്തെ പഠിക്കേണ്ടത് കേവലം പത്രത്താളുകളിൽ നിന്നല്ല, മഞ്ഞപത്രങ്ങളിൽ നിന്നല്ല, മറിച്ച് ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കണം. എന്താണ് ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങൾ? ഒന്ന് ചതുർവേദ സംഹിതകൾ, ഉപനിഷത്തുകൾ, ആരണ്യകങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ഇതിഹാസങ്ങൾ, ഐതിഹ്യങ്ങൾ, ഇതെല്ലാം തന്നെ ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളാണ്. ക്രിസ്തുമതത്തെ അറിയേണ്ടത്, പഠിക്കേണ്ടത്, വിലയിരുത്തേണ്ടത് കേവലം പത്രങ്ങളിൽ നിന്നല്ല, ബൈബിളിൽ നിന്ന് പഠിക്കണം. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇസ്ലാമിനെ മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ട് കൃത്യമായി സട്ടാവായ പടച്ചതമ്പുരാനെ മനസ്സിലാക്കുവാനാണ് ഇവിടെ കേരള നൗജത്തിൽ മുജാഹിദീൻ ഈ പ്രദേശവാസികളോട് പറയുന്നത്. ഇത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആദർശമാണ്. നൂറ്റാണ്ടുകളായി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കടന്നുവന്ന പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ ആധാര ഘടകമാണത് ശുദ്ധ ഏകദൈവാരാധന. ആ ഏകദൈവാരാധനയാണ് ഇന്നത്തെ വിഷയവും. അതുകൊണ്ട് മനസ്സിലാക്കണം, സട്ടാവിനെ അറിയണം, പടച്ചതമ്പുരാനെ മനസ്സിലാക്കണം. അവനെ അറിയേണ്ടത് എങ്ങനെയാണ്? അവനാരാണ്? അവനാരാണ്? സ്വാഭാവികമായ ചിന്ത. അവനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത്, അവനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണമെങ്കിൽ ചുറ്റുപാടുകളിലേക്ക് നോക്ക്, നിന്റെ സ്വന്തം ശരീരത്തിലേക്ക് നോക്ക്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. മനുഷ്യരെ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾക്ക് വിവേകമില്ലേ? ഒട്ടകത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മരുഭൂമിയിലെ കപ്പലേതെന്ന് ചോദിച്ചാൽ ഇന്നും 3ാം ക്ലാസ് 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഉത്തരം എഴുതും. ക്യാമലെന്ന്, ഒട്ടകമെന്ന്. ആ ഒട്ടകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? മണൽക്കാറ്റുകളിൽ നിന്ന് രക്ഷ നേടാൻ ഉതകുന്ന വണ്ണം അതിന്റെ നാസ്വാദ്വാരങ്ങളെയും അതിന്റെ കൺപോളകളെയും സംവിധാനിച്ചവനാരാണ്? മാസങ്ങളോളം വെള്ളം കിട്ടാതെ ജീവിക്കാൻ ഉതകുന്ന വിധത്തിൽ അതിന്റെ ശരീരത്തെ സംവിധാനിച്ചവനാരാണ്?
മണൽക്കാടുകൾ താണ്ടി വലിയ ഭാരങ്ങൾ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന വിധത്തിൽ അതിന്റെ ശരീരത്തെ സംവിധാനിച്ചവൻ ആരാണ്? അവനെ മനസ്സിലാക്കണം. നോക്കണം നിങ്ങൾ ഉപരിലോകത്തെക്കുറിച്ച്. അറിഞ്ഞിടത്തോളം ഈ വിശ്വമഹാപ്രപഞ്ചത്തിൽ 30,000 കോടിയിലധികം ഗാലക്സികളുണ്ട്. അതിൽ കേവലം ഒരു ഗാലക്സിയാണ് നമ്മുടെ മിൽക്കി വേ. ആ മിൽക്കി വേയിൽ തന്നെ 10,000 കോടിയിലധികം നക്ഷത്രങ്ങളുണ്ട്. ആ 10,000 കോടിയിലധികം വരുന്ന നക്ഷത്രങ്ങളിൽ കേവലം ഒരു നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യന് ചുറ്റും കറങ്ങുന്ന 9 കുറയാത്ത ഗ്രഹങ്ങളുണ്ട്. അതിൽ കേവലം ഒരു ഗ്രഹമാണ് ഭൂമി. ആ ഭൂമിയിൽ തന്നെ പരകോടി ജന്തു ജീവവർഗങ്ങളുണ്ട്. അതിൽ ഒരു വർഗം മാത്രമാണ് മനുഷ്യവർഗം. ആ മനുഷ്യവർഗത്തിന്റെ ജനസംഖ്യ എത്ര? 993 600 കോടി, 2005 650 കോടിയിലധികം. ആ 650 കോടിയിലധികം വരുന്ന മനുഷ്യരിലെ ഈ കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ഇത്തിരി പോന്നവരാണ് ഞാനും നിങ്ങളും. എന്നിട്ടാണ് നമ്മളുടെ ദൈവം പറഞ്ഞത് വിശ്വമഹാപ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ആരാണ് അത്ഭുതകരമായി അതിനെ സംവിധാനിച്ചത്? നീ പർവ്വതത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? മലയെക്കുറിച്ച് നീ പഠിച്ചിട്ടുണ്ടോ? ഭൂമിയെ എല്ലാ അർത്ഥത്തിലും ആണികളായി അവയെ സ്ഥാപിച്ചവൻ ആരാണ്? നിനക്ക് ജീവിക്കാൻ ഉതകുന്ന വണ്ണം ഇവിടെ സസ്യലതാദികളെ മുളപ്പിച്ചു തന്നവൻ, ഇതിനെ വിശാലമാക്കി തന്നവൻ ആരാണ്? അവനെ അറിയണം. അവനെയാണ് ഖുർആൻ അല്ലാഹ് എന്ന് വിളിച്ചത്. അത് മുസ്ലിങ്ങളുടെ കുലദൈവമല്ല കൂട്ടരെ. നിങ്ങൾ തെറ്റിദ്ധരിച്ചു അത് മുസ്ലിങ്ങളുടെ ഗോത്രദൈവമാണെന്ന്. അല്ല, പ്രപഞ്ചത്തിന് നാഥനാരോ, ഭൂമിയുടെ നാഥനാരോ, സൃഷ്ടിപ്രപഞ്ചത്തിന് നാഥനാരോ, ഹൈന്ദവനെയും ക്രൈസ്തവനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ച ദൈവം തമ്പുരാനെയാണ് ഖുർആൻ അല്ലാഹ് എന്ന് വിളിച്ചത്. അതല്ലാതെ മുസ്ലിങ്ങളുടെ മാത്രം കുലദൈവത്തിന്റെ പേരല്ല അല്ലാഹ്. നിങ്ങൾ അറിയണം. അതോടൊപ്പം ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങൾ ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ സത്താവിനെ പരിചയപ്പെടുത്തി പരബ്രഹ്മമെന്ന്, വിരാട് പുരുഷനെന്ന്, ഹിരണ്യഗർഭനെന്ന്, പ്രജാപതി എന്ന് ബൈബിൾ പരിചയപ്പെടുത്തി. യഹോവ എന്ന്, അധനോ എന്ന്, എലോഹിം എന്ന്, ഏലി എന്ന്, അതോടൊപ്പം തന്നെ പിതാവ് എന്ന് ദൈവത്തെ അവയെല്ലാം തന്നെ വിശദീകരിച്ചു. ആ അല്ലാഹുവിനെയാണ് ഇവിടെ സത്താവായ പടച്ചതമ്പുരാനായി ഖുർആൻ പറയുന്നത്. അത് മുസ്ലിങ്ങളുടെ മാത്രം കുലദൈവമല്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തരത്തിൽ സൃഷ്ടിപ്രപഞ്ചത്തെ കുറിച്ച് നിരന്തരമായി പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, ആ രംഗത്ത് ഗവേഷണം നടത്തുന്ന ബുദ്ധിജീവികൾ പ്രതികരിക്കും. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിന അദാബന്നാർ. നാഥ, ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. കത്തിജ്വലിക്കുന്ന സൂര്യനെ നീ വൃഥാ സൃഷ്ടിച്ചതല്ല. പ്രഭചൊരിയുന്ന ചന്ദ്രനെ അല്ല നീ വൃഥാ സൃഷ്ടിച്ചതല്ല. മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങളെ ഇല്ലേ ഇല്ല നീ കളിതമാശയായി സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്, നീ എത്ര 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 പരിശുദ്ധനാണ് ഞങ്ങളുടെ നാഥ. ഫഖിന അദാബന്നാർ, ചൊലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ഇതാണ് ഇസ്ലാമിന്റെ ആ രംഗത്തുള്ള കൃത്യമായ വിശദീകരണം. ആ ദൈവത്തെക്കുറിച്ചല്ലേ മുണ്ടകോപനിഷത്ത് 2-ാം മുണ്ടകം 2-ാം അധ്യായം 15-ാമത്തെ വചനം, ശ്വേതശതരോപനിഷത്ത് 6-ാം അധ്യായം 14-ാമത്തെ വചനം, കഠോപനിഷത്ത് ദ്വിതീയവല്ലി 2-ാധ്യായം 10-ാമത്തെ വചനം നിങ്ങൾക്ക് നോക്കാം. ആ ഉപനിഷത്തുകളെല്ലാം ഒരേപോലെ ഈ ലോകത്തിന് നാഥനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ആ വരികൾ? എന്താണ് ആ വരികൾ? നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോഭാതി കൂതോയമഗ്നിഹി തമേവ ബാന്ധം അനുഭാതി സർവം തസ്യ ഭാസാ സർവമിദം വിഭാതി. നതത്ര സൂര്യോ, സൂര്യൻ പ്രകാശിക്കുന്നില്ല. ന ചന്ദ്ര, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല. ന താരകം, താരകങ്ങൾ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നില്ല. നേമാ വിദ്യുതോപാധി, പിന്നെ ഈ മുന്നലുകളും പ്രകാശിക്കുന്നില്ല. കൂതോയമഗ്നിഹി, അഗ്നിയുടെ കാര്യം പറയേണ്ടതുണ്ടോ? അതും ജ്വലിക്കുന്നില്ല. തമേവ ബാന്ധം അനുഭാതി സർവം, സർവവും പ്രകാശിക്കുന്നത്, ഇവയെല്ലാം ജ്വലിക്കുന്നത് ശക്താവായ പടച്ചതമ്പുരാന്റെ അനുഗ്രഹത്തിന്റെ ഭാഗം, അവൻ കൊടുത്ത ശക്തിയുടെ ഭാഗമായി കൊണ്ട് എന്ന്. ഇതാണ് സട്ടാവിനെ കുറിച്ച് ഉപനിഷത്തുകൾക്ക് പറയുവാനുള്ളത്. ആ സട്ടാവിനെയാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ആ സട്ടാവിനെ കുറിച്ചാണ് ഖുർആൻ സംസാരിച്ചത്. ആ സട്ടാവിനെ കുറിച്ചാണ് ക്രൈസ്തവ ദർശന ഗ്രന്ഥങ്ങൾ പറഞ്ഞത്. കർത്താവേ, നീയാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചവൻ, ഉപരിയെ സംവിധാനിച്ചവൻ, എന്തിനേറെ പർവ്വതങ്ങളെ സ്ഥാപിച്ചവൻ നീയാണ്. ഇരമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ വചനം. ആ സട്ടാവിനെ നമ്മൾ അറിയണം.
ആ നിയന്താവായ പടച്ചതമ്പുരാനെ നമ്മൾ മനസ്സിലാക്കണം. അവൻ ആരാണ്? അവനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ, അല്ലയോ മൂസ നിന്റെ റബ്ബാരെന്ന് ചോദിച്ച സ്വേച്ഛാധിപതിയായ ഞാനാണ് ദൈവമെന്ന് അഹങ്കരിച്ച ഫിർഔന്റെ ചോദ്യത്തിന് മൂസാ നബി മോസസ് പ്രവാചകൻ നൽകിയ മറുപടി റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. വിശദീകരണങ്ങളില്ല.